119 Psalm, verse 18. 119 സങ്കീർത്തനം 18 വാക്യം, verse 18. Verse 18. Madi. Somebody please read in English. The Lord has chastened me severely, but No. Verse 18. Verse 18. Open my eyes that I may. Psalms 119 verse 18. 119 verse 18. Or maybe some versions in verse 19, right? No, yeah, open my eyes. Open my eyes that I may see Amen. wonderful things in your law. Amen. 119 സങ്കീർത്തനം 18 വാക്യം. ശരിയാണോ ഞാൻ പറഞ്ഞത്? Yes. Amen. Okay. Hallelujah. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. Open you my eyes that I may behold wondrous things out of your law. ഞാൻ ഇന്ന് ഈ 119 സങ്കീർത്തനത്തിൽ നിന്ന് ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവേ ശരണപ്പെടുന്നത്. Today I would like to share a few things from the book of Psalms, especially chapter 119. 119 സങ്കീർത്തനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വാക്യങ്ങളിലും, ഓൾമോസ്റ്റ് എല്ലാ വാക്യങ്ങളിലും ദൈവവചനത്തിന്റെ ഓപ്പറേഷനാണ് പറഞ്ഞിരിക്കുന്നത്. We can see in almost all 176 verses, we can see the operation work of the scriptures. ഈ 176 വേഴ്സിൽ 171 വേഴ്സിലും അത് തന്നെയാണ്. Almost 171 verses out of 176 verses contains the word of or the scripture. ദൈവവചനത്തിന്റെ ആ പ്രാധാന്യത, ആ ഷാർപ്നെസ് അറിയാൻ ഏറ്റവും ക്ലിയറായി പറഞ്ഞിരിക്കുന്നത് ഈ 119 സാമിലാണ്. The importance or the sharpness of the word of God can be very well understood if you go through Psalms 119. വളരെ ഈ ഗ്രേറ്റ് മെൻ ബൈബിളിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. A great men were talking about Bible. ആൻഡ്രൂ ജാക്സൺ അമേരിക്കയുടെ 7th പ്രസിഡന്റ് ആയിരുന്നു. Andrew Jackson, the 7th president of America. അദ്ദേഹം ബൈബിളിനെ പറ്റി പറഞ്ഞത് ബൈബിൾ ഈസ് ദ റോക്ക് ഓൺ വിച്ച് അവർ റിപ്പബ്ലിക് റെസ്റ്റ് എന്നാണ് പറഞ്ഞത്. ബൈബിൾ ഒരു പാറയാണ്, അവിടെയാണ് നമ്മുടെ റിപ്പബ്ലിക്. ഈ രാജ്യം നിലനിൽക്കുന്നത് ദൈവവചനമാകുന്ന പാറയിലാണ് എന്നാണ് ആ 7th പ്രസിഡന്റ് അന്ന് പറഞ്ഞത്. The 7th president proclaimed that our land is staying upon a rock called Bible. ഞാനത് വായിച്ചപ്പോൾ ഓർത്ത്, ഇന്നോ? When I read that, I was thinking, how about now? നിങ്ങളുടെ രാജ്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. I'm talking about this land, USA. മറ്റൊരു ദേവദാസൻ പറഞ്ഞത്, തെറ്റിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതാണ് ഈ പുസ്തകം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Another man of God was saying that this book is enabling a person to stay away from wrongdoing. അങ്ങനെ നിരവധി കാര്യങ്ങൾ, നിരവധി ദൈവദാസന്മാർ തിരുവെഴുത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. So many evangelists or many children of God stated about the word of God. നമുക്ക് എൻ്റെ മുന്നിൽ സമയം വളരെ കുറവാണ്. 119ലേക്ക് പെട്ടെന്ന് വരാം. Since the time, due to the lack of time, let us turn our attention to Psalms 119. ഞാൻ ആ സങ്കീർത്തനത്തെ പറ്റി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. ആ വാക്യത്തിന്റെ Let me give you a small introduction of this psalm and then I will explain. ഈ സങ്കീർത്തനം ഒരു acrostic psalm ആണ്. acrostic psalm. This psalm is a psalm which is called an acrostic psalm. acrostic, I hope you know the meaning of that word acrostic. How many of you know the word meaning of acrostic? acrostic എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രാസം ഒപ്പിച്ചൊക്കെ പറയുക എന്ന് പറയത്തില്ല. എന്ന് പറഞ്ഞാൽ ആയിൽ തുടങ്ങി ആയിൽ തീരുന്നു എന്ന് പറയുന്ന പോലെ ഒരു അക്രോസ്റ്റിക് സാമാണിത്. കാരണം ഹീബ്രു ഭാഷയിൽ അലേഫ് അങ്ങനെയല്ലേ ഹെഡിങ്, അലേഫ് ബേത്ത് അങ്ങനെയല്ലേ വായിക്കുന്നത്. അലേഫ് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് ഹീബ്രു ആൽഫബറ്റ് ആണ്. It is actually a kind of trying to repeat with the same syllable or a same character, and so it is beginning with the Hebrew first letter Aleph.
അതായത് ആദ്യത്തെ 8 വാക്യം അങ്ങനെ ഓരോ സെക്ഷൻസ് കണ്ടോ, 22 സെക്ഷൻസ് കാണാം. We can see this chapter, Psalms 119 has 28 sections. 22 sections, sorry. ഈച്ച് സെക്ഷനിൽ 8 വാക്യമാണുള്ളത്. In each section, 8 verses are being composed of. അക്രോസ്റ്റിക് സാം എന്ന് പറയാൻ കാരണം See, this is calling as an acrostic psalm because അലേഫ് എന്ന് പറയുന്നത് ഹീബ്രു ലാംഗ്വേജിലെ ഫസ്റ്റ് ആൽഫബറ്റ് ആണ്. Aleph is the first alphabet of Hebrew letters. അങ്ങനെങ്കിൽ ആദ്യത്തെ 8 വാക്യങ്ങളിലെ 8 വാചകങ്ങളും തുടങ്ങുന്നത് അലേഫ് എന്ന ആ ഹീബ്രു ആൽഫബറ്റിലാണ് അത് തുടങ്ങുന്നത്. പക്ഷേ ട്രാൻസ്ലേറ്റഡ് വേർഷൻസ് നമ്മുടെ ഇരിക്കുന്നതുകൊണ്ട് വ്യത്യാസമാണ്. Since we have the translated words, this first 8 verses are starting with the character Aleph. Since our translation is different, we cannot see that very distinctively. ഞാൻ പണ്ടോർത്തത് ഈ ആലേഫ് എന്ന് പറഞ്ഞാൽ എഴുത്തുകാരന്റെ പേരാണെന്ന് ഓർത്തത്. A few years back, I was thinking that this Aleph may be the writer's or the author's name. പണ്ടൊരാൾ ഒരു സാക്ഷ്യം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, സത്യമാണെന്ന് അറിയാൻ പാടില്ല. I heard a story about a person's testimony, but I am not sure whether it is true. Don't ask. സ്റ്റോറിയാണ്, ചോദ്യമില്ല. There is no questions in stories. പറഞ്ഞത് ഇങ്ങനെയാണ്, ആലേഫിനോട് ചേർന്ന് ഞാനും പറയുന്നു എന്നൊരാൾ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. One person mentioned that I am also talking along with Aleph who said ആലേഫ് എന്ന് പറയുന്ന പേഴ്സൺ അല്ല, ആൽഫബറ്റ് ആണ് ഹീബ്രു ലെറ്ററിലെ. Aleph is not a person's name, but it is the first alphabet of Hebrew. അങ്ങനെങ്കിൽ 190 verse 1 തുടങ്ങുന്നത് ആലേഫ് എന്ന് പറഞ്ഞാണ്. So Psalms 119 is starting with the word Aleph. Verse 2 തുടങ്ങുന്നത് ആലേഫ് എന്ന് പറഞ്ഞാണ്. The verse 2 also starting with the same literal character Aleph. ഒന്നാം അധ്യായം 119ന്റെ 9ാം വാക്യം തുടങ്ങുന്നത് ബേത്ത് എന്ന് പറഞ്ഞാണ്. In Psalms 119, 9th verse is starting with a word called birth. അതിന്റെ പേരാണ് അക്രോസ്റ്റിക്. That is what called an acrostic psalm. Got it? മറക്കുവോ? No, മറക്കരുത്. Please do not forget what an acrostic psalm means. എന്ന് മാത്രമല്ല, ഇത് നിരവധി അങ്ങനെ പറഞ്ഞു പോയി നമുക്ക് ഒത്തിരി കാര്യം പറയാനായിട്ടുണ്ട്. അങ്ങനെ ഈ ഹീബ്രു ആൽഫബറ്റിൽ 22 ആൽഫബറ്റ് ആണുള്ളത്. അതുകൊണ്ട് 22 സെക്ഷൻസ് ആയിട്ടാണ് ഇതിനെ തിരിച്ചേക്കുന്നത്. In Hebrew alphabets there are 22 characters are there. That is the reason this Psalms, the book 119 is divided into 22 sections with 8 verses. മാർട്ടിൻ ലൂതർ ഈ 119ാം സങ്കീർത്തനത്തെ വിളിച്ചിരിക്കുന്നത് മിനി ബൈബിൾ എന്നാണ്. മിനി ബൈബിൾ. Martin Luther is calling this Psalms 119 as mini Bible. Praise the Lord. Amen. Hallelujah. നമുക്കെല്ലാവർക്കും ചരിത്രത്തിൽ വായിച്ച് പരിചയമുള്ള ഒരു കിങ് ആണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ്. We all very familiar. We read about the great Alexander. ആ അലക്സാണ്ടർ എവിടെ യാത്ര ചെയ്താലും തൻ്റെ കയ്യിൽ 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. Wherever he traveled, he always carried 2 things with him. ഒന്ന് തൻ്റെ കയ്യിലുള്ള ആ സോഡാണ്. The one thing which he always carried was his sword. രണ്ടാമത്തേത് ഹോമറിന്റെ ഒരു ബുക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഉണ്ട്. He always carried a book by Homer. Written by the philosopher Homer. എവിടെ പോയാലും, യുദ്ധത്തിന് പോയാലും, വീട്ടിൽ പോയാലും, കിടക്കാൻ പോയാലും ഈ 2 കാര്യം പുള്ളിയുടെ കയ്യിലുണ്ട്. Wherever he went, he always carried these 2 things. ഈ ഹോമറിന്റെ ബുക്ക് ഇദ്ദേഹം കൊണ്ടു നടക്കുന്നത് ഒരു ഗോൾഡൻ ബാസ്ക്കറ്റിനകത്താണ്. This book of Homer he carried in a golden basket. ഒരാൾ ചോദിച്ചു, എന്തിനാണ് ഈ പുസ്തകം ഈ ഗോൾഡൻ ബാസ്ക്കറ്റിൽ വെക്കുന്നത്? One time a person asked, why are you keeping this book in a golden basket? അദ്ദേഹം പറഞ്ഞത്, ലോകത്തിലൊരു പുസ്തകം ഗോൾഡൻ ബാസ്ക്കറ്റിൽ വെക്കാൻ കൊള്ളാമെങ്കിൽ അത് ഹോമറിന്റെ ഫിലോസഫിക്കൽ ബുക്കാണ് എന്നാണ് പറഞ്ഞത്. Then he replied that if on this earth a book is able to be kept in a golden bag, this is the only book of Homer is eligible to do that. എന്നാൽ ഒരു ക്രിസ്ത്യനെ സംബന്ധിച്ചിടത്തോളം, Hallelujah. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, with respect to a Christian, ഒരു ഗോൾഡൻ ബോക്സിൽ വെക്കാൻ ഒരു പുസ്തകമേ പറ്റുള്ളെങ്കിൽ അത് നമ്മുടെ തിരുവെഴുത്തായിരിക്കും. If any books can be put in a golden bag, then the only one book which is eligible to do that is the Bible. എന്നാൽ ഇന്ന് അല്പം വേദനയോടെ ഞാൻ ഒരു കാര്യം പറയാം.
But today I would like to tell you with the pain in my heart. അത്രയും സ്ഥാനം തിരുവെഴുത്തിന് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടോ? But do we have that much importance in our personal life for the scriptures? നമ്മൾ വായിച്ച ഈ സങ്കീർത്തനത്തിലേക്ക് വളരെ പെട്ടെന്ന് വരാം. Let us turn our attention to the Psalms which we read today. 18-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഓപ്പൺ മൈ ഐസ് ദാറ്റ് ഐ മേ ബിഹോൾഡ് വണ്ടർഫുൾ തിങ്സ് ഫ്രം യുവർ ലോ എന്നാണ് വായിച്ചത്. We read that നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കേണ്ടത്. ഒരു ദേവദാസൻ ആ വാക്യത്തെ പറ്റി പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ്. One child of God stated like this about this verse. 119-ാം സങ്കീർത്തനത്തിന്റെ 18-ാം വാക്യം ഒരു ഹാഫ് മൂൺ ആണെങ്കിൽ, He was saying that if Psalms 119:18 represents a half moon, 119-ാം സങ്കീർത്തനം മുഴുവൻ എന്നുള്ളത് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫുൾ മൂൺ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. then the whole book is a full moon. അത്ര മനോഹരമാണ് ഈ പുസ്തകം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. That much beauty this book has. ഈ ഞാൻ പറഞ്ഞല്ലോ 22 സെക്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. This book has Psalms 119 has 22 sections. 176 വാക്യങ്ങളുണ്ട്. We can see that almost 176 verses are here. ഈ 176 വാക്യങ്ങളിൽ 171 വേഴ്സസിലും വചനത്തിന് പല സിനോണിമസ് ഉപയോഗിച്ചിട്ടുണ്ട്. We can see that out of 176 verses, 171 verses have stated with the word a synonym for a scripture. നിങ്ങളത് വായിച്ചു നോക്കുമ്പോൾ അറിയാം 171 വാക്യത്തിനകത്തുമുണ്ട്. We can see the word of God is being represented in different words, almost 171 verses. ഒരു 5 എണ്ണം ഉണ്ടല്ലേ അല്ല അതില്ലാത്തത്? Only 5 verses are without the mentioning of the word of God. അതൊരു അസൈൻമെന്റ് ആയിട്ടിരിക്കട്ടെ, വായിച്ച് കണ്ടുപിടിച്ചാൽ മതി. Please, I am giving you that as an assignment. Find that 5 verses which is not stating about the scripture. ഈ 119-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ 10 സിനോണിം നമുക്ക് വചനത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാം. I would like to show you 10 synonyms about the word of God. നിങ്ങൾ ഈ വാക്യം വായിച്ചാൽ നിങ്ങൾ 1-ാം വാക്യം മുതൽ വായിച്ചു നോക്കിക്കോളൂ. വചനമെന്നോ പ്രമാണമെന്നോ ന്യായപ്രമാണമെന്നോ വഴികളെന്നോ വിധികളെന്നോ ഇങ്ങനെ 10 സിനോണിം മാറി 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 ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണാം. If we read this book, we can see that about the scripture, it has been mentioned as it is a law, or it is a path, it is a lamp. Different synonyms are being used for this word of God. ഞാൻ ആ 10 സിനോണിം വളരെ പെട്ടെന്ന് പറയാം. I would like to mention almost 10 synonyms for the word of ദൈവവചനത്തിൽ God. പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സിനോണിമാണ് വഴികൾ, വേയ്സ് എന്ന് നമുക്ക് ഇതിനകത്ത് കാണാം. Scripture, another synonym, very importantly giving as the way. രണ്ടാമത്തെ സിനോണിം കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ചട്ടങ്ങൾ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂസ് എന്ന് നമുക്ക് ഇതിനകത്ത് കാണാം. The second important synonym for the word of God, it is statutes or the law. മൂന്നാമത് ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനോണിമാണ് നിന്റെ വിധികൾ അല്ലെങ്കിൽ ഡിക്രീസ്, ഓർഡിനൻസസ് എന്ന് റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന കാണാം. The third synonym is the decrees or the ordinances of God. പിന്നെ നമ്മൾ കാണുന്നത് നിന്റെ ന്യായപ്രമാണം അല്ലെങ്കിൽ ലോ എന്ന സിനോണിം ഉപയോഗിച്ചിരിക്കുന്ന കാണാം. Then another synonym called the law is being mentioned for the word of God. മറ്റൊരു സിനോണിമാണ് പ്രമാണങ്ങൾ അല്ലെങ്കിൽ പ്രിസെപ്റ്റ്സ് എന്ന് നമുക്ക് ഇതിനകത്ത് കാണാം. Another synonym is used for the scriptures is precepts. We can see that. വളരെയധികം തവണ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു സിനോണിമാണ് കൽപ്പനകൾ അല്ലെങ്കിൽ ദ കമാൻഡ് ഓഫ് ഗോഡ് എന്ന് ഇതിനകത്ത് കാണാം. Another word is being used as the commands of God. മറ്റൊരു സിനോണിമാണ് വാഗ്ദാനങ്ങൾ, വാഗ്ദത്തങ്ങൾ, പ്രോമിസസ് എന്ന 110-ാം സങ്കീർത്തനത്തിൽ കാണാം. Another synonym is being used for the word of God as promises. മറ്റൊരു സിനോണിമാണ് നിന്റെ സാക്ഷ്യങ്ങൾ, ദ ടെസ്റ്റിമണീസ് എന്ന് നമുക്ക് ഇതിനകത്ത് കാണാം. Another synonym is mentioned here is testimony. ദൈവവചനത്തിന് കൊടുത്തിരിക്കുന്ന അടുത്ത സിനോണിം ഇതിനകത്തുള്ളത് ന്യായവിധി അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് എന്ന ദൈവവചനത്തിന് പര്യായം കൊടുത്തിട്ടുണ്ട്. Another synonym for the word of God is a judgment. ഏറ്റവും അധികമുള്ളത് നിന്റെ വചനം, ദ വേർഡ് എന്ന് ആവർത്തിച്ച് 171 വാക്യത്തിലും
ദൈവവചനത്തിന്റെ പ്രാധാന്യത പറയുന്ന മറ്റൊരധ്യായം തിരുവെഴുത്തിനകത്തില്ല, ഈ സങ്കീർത്തനത്തിനകത്തുള്ളത്. This psalm is the psalm or the chapter which is mentioning about mostly about the word of God. ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ഈ 119 Psalms മെമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ? Let me ask you, our children, have you ever come across to learn or memorize the book of Psalms 119? Anyone? Sharon. Praise the Lord. Anyone? Praise the Lord. Praise the Lord. കർത്താവ് സഹായിക്കട്ടെ. Praise the Lord. Stotram. അത്ര മനോഹരമാണ് ഈ സങ്കീർത്തനം. That much beauty this psalm has. എൻ്റെ മെമ്മറി വർക്ക് ചെയ്യുന്നില്ലല്ലേ, ഞാനിതങ്ങ് കാണാതെ പഠിച്ചേനെ. My memory is not currently working, so I also wanted to memorize it whole. നമുക്ക് ആ വാക്യത്തിലേക്ക് ഈ സ്പർജൻ എന്ന് പറയുന്ന ദൈവദാസൻ ഈ 119 സങ്കീർത്തനം എടുത്ത് 6 മാസം പ്രസംഗിച്ചു. കാര്യം 22 പാർട്ടിനെ 22 ആഴ്ച അദ്ദേഹം അങ്ങ് പ്രസംഗിച്ചു. The great preacher Spurgeon preached for almost 22 weeks continuously from this book of Psalms. പക്ഷെ നമുക്ക് ഈ ഒരൊറ്റ സൺഡേ കൊണ്ട് തീർക്കണം. But let us finish with this Sunday the whole book. ഈ വാക്യം 119 വായിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. This book is beginning by saying as, blessed are they that are perfect in the way, who walk in the law of the Lord. Blessed are they that keep his testimonies, that seek him with their whole heart. നമുക്ക് സങ്കീർത്തനം 1 വായിക്കുമ്പോൾ അറിയാം ഭാഗ്യവാൻ എന്ന് അവിടെ ഒരു പ്രാവശ്യമേ പറയുന്നുള്ളൂ ആരംഭത്തിൽ. എന്നാൽ 119 സങ്കീർത്തനത്തിൽ ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. In the book of Psalm, chapter 1 begins with stating as blessed. It was stated there only one time. But here we can see that blessed are they that being repeated. ഭാഗ്യവാൻ എന്ന് പറഞ്ഞു തുടങ്ങി ഈ സങ്കീർത്തനം അവസാനിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? Do you know this psalm is beginning by stating blessed? Do you know how did it end? കാണാതെ പോയ ആടിനെ പോലെ ഞാൻ തെറ്റിപ്പോയിരുന്നു, അടിയനെ അന്വേഷിക്കണമേ, നിന്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു തുടങ്ങി പ്രാർത്ഥനയോടെ കൺഫഷനോടെ തീരുന്ന മനോഹരമായൊരു സങ്കീർത്തനം. This book is ending with a prayer of confession, because it starts with blessed but ends with a prayer of confession. Praise the Lord. Amen. ഞാൻ നിങ്ങളെ ചോദിക്കട്ടെ, ഈ ദൈവത്തെ പറ്റിയും ദൈവവചനത്തെ പറ്റിയും ഇത്രയും അധികം പറഞ്ഞിരിക്കുന്ന മറ്റൊരു ചാപ്റ്റർ ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. I already stated that there are no other chapters which mentioned like this about scriptures. ദൈവവചനത്തിന് എത്രമാത്രം പ്രാധാന്യതയുണ്ടെന്ന് ഈ സങ്കീർത്തനം വായിച്ചാൽ അറിയാം. We know how much importance for the word of God if you read this psalm. ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യത കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യത കൊടുക്കുക എന്നാണ് അർത്ഥം. Giving an importance to the scriptures in our life means giving an importance and priority to God. ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യത ഇല്ലെങ്കിൽ ദൈവത്തിനും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യതയില്ല. If we do not have an importance or priority for the word of God in our practical life, then there is no importance for God also in your practical life. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ദൈവവചനം പ്രസംഗിക്കാത്ത ചർച്ചുമായിട്ട് ദൈവത്തിന് ഒരു ബന്ധവും ഇല്ലെന്നാണ്. So, if a church is not preaching the true word of God, then that church do not have any relationship with God the Father. ഒരു പാസ്റ്റർ പറഞ്ഞൊരു വാചകം ഞാൻ ഓർക്കുന്നു. I remember one pastor mentioned like this. അമേരിക്കയിലെ ഒരു പാസ്റ്ററാണ്. A pastor who is in America. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ബദേൽ സോങ്ങും പാടുകയില്ല, ഹിൽ സോങ്ങും പാടുകയില്ല, കാര്യം സ്ക്രിപ്ചറുമായിട്ട് ആ പാട്ടുകൾക്ക് വളരെ ബന്ധം കുറവാണെന്ന് പറഞ്ഞു. That American pastor was mentioning that in our church we won't sing Bethel song or hill song because that was not that related to scripture. നല്ലപോലെ റിലേറ്റഡ് അല്ല. It is not at all very well related with the scriptures. ഒരു ദൈവദാസൻ ദൈവവചനത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തെയും ദൈവവചനത്തെയും തമ്മിലുള്ള ആ ബന്ധത്തിന് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: the way we treat the word of God is the way we treat God of the word എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
in which way we are going to treat the word of God, in a similar way we will treat God himself. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന് പ്രാധാന്യതയുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യതയുണ്ട്. If that is so, my dear fellow members, if we have a priority or an importance in our life for the word of God, then we will have an importance for God also in each one of our practical. ദൈവവചനത്തിന് പ്രാധാന്യതയില്ലെങ്കിൽ ദൈവത്തിനും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പേഴ്സണൽ ലൈഫിനും ഒരു പ്രാധാന്യതയില്ല. നമ്മൾ പ്രിറ്റൻഡ് ചെയ്യുന്നതാണ്. If our scripture do not have any importance or priority in our life, we do not have any relationship with God. We are just pretending. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രസംഗിക്കാൻ നേരത്ത് പറയാറുണ്ടല്ലോ, ദൈവവചനം പ്രസംഗിക്കുന്ന ചർച്ചയെ നമ്മൾ പോകാൻ പ്രിഫർ ചെയ്യാവുള്ളൂ. So I always mention that even if there is a church there, the preaching of the word of God is literally happening, we should prefer to go and attend that church. എനിക്ക് വളരെ പെട്ടെന്ന് ഈ സങ്കീർത്തനത്തിന്റെ വിഷയത്തിലേക്ക് വരണം. നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പറയുക, അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന കാര്യമാണ്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ എൻ്റെ കണ്ണ് തുറക്കണമേ. It is, we read the psalm like this: open my eyes to see the marvelous or the wonder work in the scripture. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര ഒരു ഹംബിൾ ആയിട്ടുള്ളൊരു പാട്ടുകാരനായിരുന്നു ഈ സാമിസ്റ്റ് എന്നുള്ളത്. Let us think, such a blessed musician who wrote this psalm, എത്ര താഴ്മയുള്ളൊരു പാട്ടുകാരനായിരുന്നു. such a humble musician who wrote this. 66 പുസ്തകത്തിനകത്തും ദൈവവചനത്തിന്റെ മഹത്വം ഇത്രയും പറഞ്ഞിരിക്കുന്ന മറ്റൊരു ചാപ്റ്റർ ഇല്ല. In all the 66 books, there is no other book which is stating about the relevance or the importance of the word of God. ആ ദേവദാസൻ ഈ പാട്ട് എഴുതി തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്, നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണാൻ കണ്ണ് തുറക്കണമേ. When he wrote this psalm, he is beginning the psalm by praying like this: open my eyes to see the marvelous works in this scripture. അതിന്റെ അർത്ഥം എന്താ? ഈ സാമിസ്റ്റ് ബ്ലൈൻഡ് ആയിരുന്നു എന്നാണോ? Is that the meaning that psalmist who wrote this psalm was a blind person? അങ്ങനെ വല്ലതും വായിക്കുമെന്ന് തോന്നുന്നു? Do you feel like that? അങ്ങനെങ്കിൽ ഈ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ പിന്നിലെ കാര്യം എന്താ? Why did he pray, open my eyes to see the wondrous work? Why did he pray like that? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, സ്പിരിച്വൽ ഐസ് വേണ്ട പോലെ പ്രകാശിക്കുന്നില്ലെങ്കിൽ ദൈവവചനം വായിച്ചാൽ അത് മനസ്സിലാകുകയില്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുക, നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണാൻ എൻ്റെ കണ്ണിനെ തുറക്കണമേ. If our spiritual eyes are blind, if it is closed, then we won't be able to see the marvelous work in the scriptures. That is the reason the psalmist is crying and praying, open my inner eyes to see the beauty of the Lord. നിങ്ങളെ വാക്യത്തിലേക്ക് നോക്കിയേ, നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണാൻ കണ്ണു തുറക്കണം. That verse is stating as, please open my eyes that I may behold wondrous things out of this law. അല്പങ്ങളെ ലളിതമായിട്ട് പറഞ്ഞാൽ സാമിസ്റ്റ് പ്രാർത്ഥിക്കുക, നിന്റെ വചനത്തിലൂടെയുള്ള പ്രവൃത്തിയെ കാണാൻ, നിന്റെ വചനത്തിന്റെ ഓപ്പറേഷൻസ് കാണാൻ എൻ്റെ ഹൃദയത്തിന്റെ കണ്ണ് പ്രകാശിപ്പിക്കണമേ. The psalmist is very clearly praying that, open my inner eyes to see the wondrous works you are going to do through the scriptures. അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ദൈവവചനം എന്തെല്ലാം ഓപ്പറേഷനാ ചെയ്യുന്നതെന്ന് 176 വാക്യത്തിൽ 171 വാക്യത്തിലും ആ പ്രാർത്ഥനയുടെ ഫലമായി എഴുതി വെച്ചിരിക്കുകയാണ്. We can see the result of that prayer is clearly stated in all the 171 verses. Out of this 176 verses, the psalmist clearly written. ദൈവവചനം ചെയ്യുന്ന നിരവധി കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിനകത്തുണ്ട്. What a scripture can do, almost everything very clearly stated in this book of Psalms. ഞാനൊരു സമയപരിധിയിൽ നിന്ന് ഒരു 5-6 കാര്യം പറയാം. Let me, due to the lack of time, I would like to mention 5 or 6. 119 11 വാക്യം നോക്കിയേ. Let us turn our attention to verse 11. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന്
നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. അന്നേരം ദൈവവചനത്തിന്റെ ഒരു ഓപ്പറേഷനാണ് പാപം ചെയ്യാതെ ജീവിക്കാനായിട്ട് തിരുവെഴുത്തിനെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. One of the operations of the scriptures is, if you keep words in your heart, then you won't be able to sin. എന്ന് പറഞ്ഞാൽ ഈ ഷെൽഫിൽ ഇരുന്നാ പോരാ വേദപുസ്തകം, യോഗത്തിന് കൊണ്ടുവന്ന പോരാ വേദപുസ്തകം, ആ തിരുവെഴുത്തിനെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ വളരെ വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് കഴിയും എന്ന് സാമിസ്റ്റ് പറയുകയാണ്. ഇത് ആർക്കാ മനസ്സിലാകുന്നത്? കണ്ണു തുറന്നാലേ അത് മനസ്സിലാകുകയുള്ളൂ. Our books, our Bible should not be kept on a shelf, or we should not carry it for the prayer meetings. But if we keep the scriptures inside our heart, then only we will be able to not committing any sin. ജീസസ് ആഗ്രഹിക്കുന്നത് സ്ക്രിപ്ചർ നമ്മുടെ ഹൃദയത്തിലിരിക്കണമെന്നാണ്. Jesus always wanted for each one of us to lay inside our heart each of the scriptures. ആ ഹൃദയത്തിൽ ഇരുന്നാലേ സ്ക്രിപ്ചറിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. If you bear or if you keep these scriptures inside your heart, then only scripture will be able to carry you through. ഇത്രയും വചനത്തിന്റെ ആഴമറിയാവുന്ന സാമിസ്റ്റ് പറയുകയാ, നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ സ്ക്രിപ്ചറിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. Is the psalmist, the writer, who is such a character of faith, he is writing that I am not going to sin because I am laying this word of God inside my heart. നിങ്ങൾക്ക് പരിചയമല്ലേ ജോൺ ബനിയൻ, famous author John Bunyan? You all are maybe familiar with a great famous writer called John Bunyan. Pilgrim Progress എഴുതിയ ജോൺ ബനിയൻ. He wrote the Pilgrim Progress. അദ്ദേഹം തന്റെ ബൈബിളിന്റെ ആദ്യത്തെ പേജിൽ ഒരു സെന്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്. He wrote in the first page of the Bible a sentence like this. അദ്ദേഹം എഴുതി വെച്ച സെന്റൻസ് ഇതാണ്: either this book will keep you from sin or the sin will keep you from this book. Praise the Lord. Hallelujah. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒന്നെങ്കിൽ ദൈവവചനം നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കും, അല്ലെങ്കിൽ പാപം നമ്മളെ ദൈവവചനത്തിൽ നിന്നകറ്റും. Either you will be stay away from sin, or sin will take you away from this book. കുഞ്ഞുങ്ങൾ ബൈബിളിൽ അത് എഴുതി വെച്ചില്ലേലും നിങ്ങളുടെ നോട്ടിലോ നിങ്ങളുടെ ഹൃദയത്തിലോ അതുണ്ടായിരിക്കണം. either this book will keep you from sin or sin will keep you from this book. So please, children, if you do not write it down on your Bible, but please write it inside your tablet of your heart, that if you keep the law, this book will keep you away from sin, or sin will keep you away from this book. തെറ്റ് സംഭവിക്കുന്നത് വെരി നാച്ചുറൽ ആണ്. If you are committing sin is very natural. എന്നാൽ ഹൃദയത്തിൽ തിരുവെഴുത്ത് സൂക്ഷിക്കുന്ന ഒരുവന് അതിന്റെ മേൽ ജയിക്കാൻ കഴിയും. അത് മനസ്സിലാക്കണമെങ്കിൽ നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണാൻ എൻ്റെ കണ്ണിനെ തുറക്കണമേ. If you bear the scripture inside your heart, then your inner eyes will be opened so that you will be able to stay away from committing sins. രണ്ടാമത് ഈ വചനത്തിന്റെ ഒരു ഓപ്പറേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, The second operations we can see through the scriptures. ഈ വചനം നമ്മളെ ഗൈഡ് ചെയ്യുമെന്നതാണ്. This scripture is a guide. 105 വേഴ്സ് ഒന്ന് നോക്കിയേ. വേഴ്സ് 105 We can see in verse 1 of 5. ഒന്ന്, ഇത് നമ്മളെ പാപത്തിൽ നിന്ന് വിക്ടറി ഓവർ സിൻ. First benefit of the scripture is victory over sin. സെക്കൻഡ്, ഇത് ഒരു ഗൈഡ് ലൈൻ ആണ്, ഒരു വഴിയാണ്. Second is a guideline for our path. അല്ലെങ്കിൽ ഒരു ഗൈഡിനെ പോലെ നമ്മൾ ഇത് സൂക്ഷിക്കുകയാണ്. Or in other words, it will come as a guide in our ഇവിടെ ഇരിക്കുന്ന walk. എല്ലാവർക്കും അറിയാമല്ലോ 105 വാക്യം. We all are very familiar with the verse 105 of 190. അങ്ങനെങ്കിൽ ദൈവവചനത്തിന്റെ രണ്ടാമത്തെ ഓപ്പറേഷൻ പറഞ്ഞേക്കുക, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. So the second operation of the scripture is, thy word is a lamp unto my feet and a light unto my path. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് വചനമാണെന്നറിയാമോ? Do you know which scripture? നമ്മളിലിരിക്കുന്ന ബുക്ക് സത്യമാണ്.
this book is true. പക്ഷേ ആ തിരുവെഴുത്ത് എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിലേ ലൈറ്റും ലാമ്പും ഒക്കെ ആവുള്ളൂ. But if you carry this scripture inside your heart, then only it will be turned as a lamp and as a light. നിന്റെ വചനം എൻ്റെ കാലിന് ദീപം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? Do you know what is the meaning of it is a light unto my path, ഫീറ്റ്, lamp unto my feet? lamp unto my feet. What does the meaning of lamp unto my feet? ഞാൻ എവിടാ നിൽക്കേണ്ടതെന്ന് തിരുവെഴുത്ത് കാണിച്ചു തരും. The scripture will clearly show you where you have to stand. ആ വാക്യം മറന്നു പോകരുത്. ഞാൻ എവിടെയാണ് നിൽക്കേണ്ടതെന്ന് ഉള്ളിൽ സംഗ്രഹിച്ച തിരുവെഴുത്ത് കാണിച്ചു തരും. The scripture, if you bear in your mind, it will always tell you where are you standing or where you should stand. രണ്ടാമത്തെ ഭാഗം നിങ്ങൾ കണ്ടോ? And a light unto my path. The second portion is stating like this: thy word is a light unto my path. എങ്ങോട്ടാ പോകേണ്ടതെന്നും കാണിച്ചു തരും. This book, the scripture will also show you the path where you need to head. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ സ്ക്രിപ്ചർ വായിക്കുമ്പോൾ The meaning is, when you read the scriptures, ഏതാണ് തെറ്റെന്നും ഏതാണ് ശരിയെന്നും ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. when you read the scripture and when you carry the scripture, it will show you what is right versus wrong. അത് കാണണമെങ്കിൽ പ്രാർത്ഥിക്കണം. നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണാൻ എൻ്റെ കണ്ണിനെ തുറക്കണമേ. So if you wanted to see the right versus wrong, you have to pray this prayer: please open my eyes to see the marvelous things in the scriptures. കുഞ്ഞുങ്ങളെ, എപ്പോഴും നമ്മളെ ഉപദേശിക്കാൻ പാസ്റ്റർ കാണുകയില്ല, പേരൻസ് കാണുകയില്ല, ടീച്ചേഴ്സ് കാണുകയില്ല. പക്ഷേ ഹൃദയത്തിലെ ബൈബിൾ ഉണ്ടല്ലോ, ഹൃദയത്തിലെ ബൈബിൾ ഞാൻ എവിടെ നിൽക്കണമെന്നും എവിടെ പോകണമെന്നും പറഞ്ഞു തരും. അതാണ് ദൈവവചനത്തിന്റെ വണ്ടേഴ്സ്. My dear children, you are not going to be always supervised by a pastor or by parents, but always wherever you go, if you carry the words inside your heart, it will show the way and also it will show the light where you are standing. അങ്ങനെയെങ്കിൽ ഈ 176 വേഴ്സ് മെമ്മറൈസ് ചെയ്ത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചാൽ 100% ഈ വചനം നമ്മളെ ഗൈഡ് ചെയ്യും. If you memorize it and if you keep these scriptures inside your heart, this scripture will guide you. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പോൾ സ്ക്രിപ്ചർ പറയും നിൽക്കേണ്ടിടത്താണോ നിൽക്കുന്നത്. When you stand wherever, at that time the scripture inside you will ask you, അവിടെ വരെ പോകാമെന്ന് ചിന്തിക്കുമ്പോൾ സ്ക്രിപ്ചർ പറയും അതിലെയാണോ പോകേണ്ടത്. when you want to go to a place through a certain path, then the scripture will ask you, are you eligible to walk through that path? Praise the Lord. Praise അതിനാണ് ഈ സ്ക്രിപ്ചർ എന്നുള്ള പദമൊക്കെ നമുക്ക് അത്ര ഇല്ലെങ്കിൽ ബൈബിൾ ഹൃദയത്തിലുണ്ടായിരിക്കുക. That is the importance of the word of the God, the Bible. ഒന്ന്, വിക്ടറി ഓവർ സിൻ. First, the benefit of the scripture is victory over sin. രണ്ടാമത്തെ കാര്യം, that scripture will guide. എവിടെ നിൽക്കണം, എവിടെ പോകണം. The scripture, the second benefit of the scripture is it will tell where to stand and where to go. മൂന്നാമത്തേത്, ഈ സ്ക്രിപ്ചർ എസ്റ്റാബ്ലിഷിംഗ് ദ വാല്യൂസ് എന്താണെന്ന് പറഞ്ഞു തരും. The third benefit is it will establish the value. സ്തോത്രം. ഞാൻ ആ വാക്യം ഒന്ന് കാണിച്ചിട്ട് അതിന് വിവരണം തരാം. 147 and 148 നോക്കിയേ, വേഴ്സസ് 147 and 148. 147 148. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ വാക്യം എല്ലാവരും ഒന്ന് വെരി കെയർഫുൾ ആയിട്ടൊന്ന് വായിച്ചു നോക്കി. ഞാനത് ഇന്നലെ ഒത്തിരി നേരം വായിച്ച വാക്യമാണ്. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, ആത്മാർത്ഥമായിട്ട് ആ രണ്ട് വാക്യം നോക്കി, 147 and 148. I anticipated the dawning of the morning and cried, I hoped in your words. Mine eyes anticipated the night watches, that I might meditate on thy word. അത് ഉള്ളിൽ ദൈവാത്മാവുള്ള ഒരുവൻ ആ വാക്യം അങ്ങനെ പെട്ടെന്ന് വായിച്ചു പോകാൻ പറ്റുമോ? If we carry the scriptures inside our heart,
we won't be able to pass reading that scripture very fast. ഒരു നല്ല കോൺഷ്യസ് ഉണ്ടെങ്കിൽ ആ വാക്യത്തിന്റെ അവിടെ നമ്മളൊന്ന് പോസ് ചെയ്ത് ഒരു സെൽഫ് എക്സാമിനേഷൻ നടത്തണം. If we have a true conscience, we should take a pause over there and self-examine. ഇനി ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. Now, let me read that verse. 147 വാക്യം. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. Verse 147 is saying, I anticipated the dawning of the morning and cried. 148. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. My eyes anticipated the night watches, that I may meditate in thy word. ഈ രാത്രി ജോലി ചെയ്യുന്നവരുടെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. സഫീഷ്യന്റ് ആയിട്ട് ഉറക്കം കിട്ടിയിട്ട് വീണ്ടും കിടന്നുറങ്ങുന്നവരോടാ പറയുന്നത്. I'm not talking about the person who is doing the nighttime job, but I am saying those who are having plenty of time, still they keep sleeping. നിങ്ങൾ ആ വാക്യം നോക്കിയ സങ്കീർത്തനക്കാരൻ പറഞ്ഞ വാക്യം. Just pay attention to that verses. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേൽക്കുന്നു. I wake up early morning before the dawn. രണ്ടാമത്തേത് തിരുവെഴുത്ത് വായിക്കാൻ ഞാൻ ഇങ്ങനെ സമയം നോക്കിയിരിക്കുകയാണ്. That psalmist is saying that I am looking at the time in order to start reading the word of God. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. Let me ask you a question. അങ്ങനെ ആർ യു ഏബിൾ ടു സേ ദാറ്റ് സ്റ്റേറ്റ്മെന്റ്? Hallelujah. ഞാൻ എൻ്റെ ഡയറിയിൽ ഇന്നലെ എഴുതി വെച്ച വാക്യമാണ്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുമോ? Let us ask ourselves, are we able to say that verse? അന്നേരം ഉള്ളിൽ സ്ക്രിപ്ചർ ഉണ്ടെങ്കിൽ വാല്യൂ സിസ്റ്റം ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. If we bear truly scriptures inside us, then our value system will be changed. Praise Lord. Amen. സങ്കീർത്തനക്കാരന്റെ ആ മൂല്യത ഏതിനാന്ന് കണ്ടോ? Think what he is giving as the true value. അദ്ദേഹം അതിന്റെ മൂല്യനിർണ്ണയം നടത്തുകയാണ്. എസ്റ്റാബ്ലിഷിംഗ് ദ വാല്യൂസ്. He is here establishing the value, true value. ഞാൻ ഏർലി ആയിട്ട് എഴുന്നേൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു. I am getting up early in order to pray and ഞാൻ ദൈവവചനം വായിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നു. I am finding myself time to read and meditate through the scriptures. കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്ക്രിപ്ചറിന്റെ മുന്നിൽ ഒരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്തോ? Let me ask you, during the past week, are we able to spend at least 15 minutes without any disturbances? Spend 15 minutes in front of the word of God? നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണാൻ എൻ്റെ കണ്ണിനെ തുറക്കണമേ. Let my eyes be opened to see the marvelous works. അത് പാപത്തിന്റെ മേൽ ജയം നൽകുന്നു. That will give me victory over the എവിടെ നിൽക്കണമെന്നും എവിടേക്ക് പോകണമെന്നും പറഞ്ഞു തരുന്നു. That will give me a light and a lamp, where to stand and where to go. അത് മൂല്യനിർണ്ണയം നടത്തുകയാണ്. That will establish the true value of our life. സങ്കീർത്തനത്തിന്റെ ആ പാട്ടുകാരന്റെ ജീവിതത്തിലെ പ്രാധാന്യത, വാല്യൂ നമ്മൾ കണ്ടല്ലോ അല്ലേ? The value, the true value, establishing the value system after reading the scriptures. നമ്മൾ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്? How are we prioritizing our time? ഈ ദൈവവചനം തിരുവെഴുത്ത് നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. We have to carry the scriptures inside our mind. ഈ ഒരാഴ്ചയിൽ ഈ 119 Psalms ഒരു പ്രാവശ്യമെങ്കിലും വായിക്കണം. In this coming week, please try to read the whole book of Psalms 119 at least one time. Praise Lord. Hallelujah. ദൈവവചനത്തിന് എന്നിൽ പ്രാധാന്യതയില്ലെങ്കിൽ ദൈവത്തിനും എന്നിൽ പ്രാധാന്യതയില്ല. If you do not have an importance and relevance for the scripture in your life, then God also do not have any importance or any relevance in your life as well. സ്ക്രിപ്ചർ വായിച്ചു കഴിയുമ്പോൾ കൃത്യമായി മൂല്യനിർണ്ണയം നടത്താനായിട്ട് കഴിയും. If you read the scriptures, then you will be able to accurately establish the value. എനിക്കറിയാം കേൾക്കാൻ ഒരു സുഖമില്ലാത്ത പ്രസംഗം അല്ലേ? I know that this is not that soothing for our ears. ഒരു പ്രൈസിലോട് പോലും നിങ്ങൾ ആരും പറയില്ല. Hallelujah. Hallelujah. ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. Stotram. I'm not
Hallelujah. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ വാക്യം പിന്നെ എങ്ങനെയാ പ്രസംഗിക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. ഇങ്ങനെയല്ലേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. Hallelujah. I cannot interpret any other way than this. ഞാനതൊരു അല്പം സെൻസ് ഓഫ് ഹ്യൂമറിൽ പറഞ്ഞു. Hallelujah. 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 3 കാര്യം കിട്ടിയില്ലേ? അന്നേരം കൃത്യമായി മൂല്യനിർണ്ണയം നടത്തണം. So we have to establish accurately the value system of our life. അടുത്ത ഈ സ്ക്രിപ്ചറിന്റെ ഒരു ഓപ്പറേഷൻ ആണ്. The next operation of the scripture is കഷ്ടതയിലും ഈ സ്ക്രിപ്ചർ നമ്മളെ ബലപ്പെടുത്തുകയാണ്. it will be beneficial through the difficult times of our life. Praise Lord. Amen. ബലപ്പെടുത്തുകയാണ്. Amen. It will ഞാൻ strengthen us. 3 വാക്യം നോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം വായിക്കാൻ സമയമില്ല. 107 എന്ന് നോക്കിയേ. 107 Verse 107. ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, യഹോവേ നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. 109 എന്ന് വായിച്ചു നോക്കിയേ. 109 ഞാൻ പ്രാണത്യാഗം ചെയ്യുവാൻ എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു, എങ്കിലും നിന്റെ ന്യായപ്രമാണം ഞാൻ മറക്കുന്നില്ല. നിങ്ങളെ 2 വാക്യം കണ്ടോ? പാട്ടെഴുതുന്ന ഈ സാമിസ്റ്റ് അത്ര ഒരു കംഫർട്ടിങ് പൊസിഷനിലൊന്നും അല്ല, വളരെ സ്ട്രഗ്ലിങ്ങിലാണെന്ന് ഈ 2 വാക്യം പറയുന്നത്. These 107 and 109 verses are representing as the psalmist, when he was writing this psalm, he was not in a pleasant situation. He was going through a very difficult time. ഈ പ്രയാസത്തിലൂടെ പോകുമ്പോഴും ഈ സാമിസ്റ്റിനെ ബലപ്പെടുത്തുന്നത് എന്നാന്നറിയാമോ? സ്ക്രിപ്ചറാണ്. When he was going through this afflicted situation, at that time also he was being comforted by the scriptures. കഷ്ടതയിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ദൈവവചനമാണ്. During our afflictions, the scripture will make us to stand strong. Praise Lord. Amen. ഈ തിരുവെഴുത്ത് കണ്ടോ? ഇവിടെ ആ 109 വാക്യം ഞാൻ ഇന്നലെ അല്പസമയം ചിന്തിച്ചു. ഞാൻ പ്രാണത്യാഗം ചെയ്യാൻ എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന പാട്ടുകാരൻ. We can see in verse 109, my soul is continually in my hand, yet I do not forget thy law. അതിന്റെ നടുവിലും തിരുവെഴുത്തിനോടുള്ള തന്റെ സ്നേഹം കണ്ടോ? അപ്പോഴും ഞാൻ നിന്റെ വചനത്തെ മറക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചിരിക്കുകയാണ്. He was almost about to give up his life, and during that type of affliction also he was saying that I'm not forgetting your law because I'm standing on it. അതുകൊണ്ടാണ് പോൾ തന്റെ വേദനയിൽ പറഞ്ഞത്, നിന്റെ കൃപ എനിക്ക് മതി. That is the reason Paul mentioned that thy grace is sufficient for me. Praise Lord. Hallelujah. എനിക്ക് മുന്നോട്ട് ബാക്കി കാര്യങ്ങൾ പറയാനായിട്ട് സമയമില്ല. നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണാൻ എൻ്റെ കണ്ണിനെ തുറക്കണമേ. Please open my eyes to see the marvelous, wondrous works in the scripture. ഈ സാമിസ്റ്റിന്റെ ജീവൻ എപ്പോ വേണേലും പോകാം. This psalmist is at the situation where he is about to give up his life. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിന്റെ വചനപ്രകാരം എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ. He was praying this prayer, please revive me according to the scripture. ആ ന്യൂ ടെസ്റ്റ്മെന്റ് വേർഷനിൽ പറഞ്ഞാൽ അങ്ങയുടെ കൃപ എൻ്റെ ബലഹീനതയ്ക്ക് മുകളിൽ നൽകണമേ. In a New Testament way, if we restate this verse, thy grace is sufficient for me during my weak time period. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാച്ച്മാനിയുടെ ഒരു ചരിത്രം കൂടെ ഞാൻ പറയാം. അത് എൻ്റെ കൂട്ടായ്മയിലുള്ളവർക്ക് പരിചയമുള്ള കാര്യമാണ്. I would like to share one thing about the watchman's writing. 1950s കമ്മ്യൂണിസം ചൈനയെ പിടിച്ചടക്കി. In 1950s, communists were ruling inside China. വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ വളർന്നു വന്നിരുന്ന ഒരു ചർച്ചിന്റെ പാസ്റ്ററിന്റെ പേരാണ് വാച്ച്മാൻ നീ. There was a church was growing strongly. That church's pastor's name was Watchman Nee. അദ്ദേഹത്തിന്റെ ചർച്ച് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അവിടെ ഉണ്ടായിരുന്ന മിഷണറിമാരെയെല്ലാം ചൈനീസ് ഗവൺമെന്റ്, മാവോ സേതൂങ്ങിന്റെ ലീഡർഷിപ്പിലുള്ള ഗവൺമെന്റ് വളരെയധികം ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഉപദ്രവിക്കുന്ന കൂട്ടത്തിൽ വാച്ച്മാൻ നീ ജയിലിലായി. Watchman Nee's church closed by the government authorities, and all the pastors were caught up and beaten, and they were troubled. During that time period, Watchman Nee was imprisoned. വാച്ച്മാൻ നീയുടെ ചർച്ചിലെ ആളുകളെ
വളരെ ഉപദ്രവിച്ചിട്ട് വാച്ച്മാനിക്കെതിരെ അവരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ചു. They tortured pastors of Watchman Nee's church and they compelled those pastors to accuse their leader, Pastor Watchman Nee. 20 years he was in jail. For the 20 years, Watchman Nee was inside the ജയിലിൽ വന്നിട്ട് വാച്ച്മാനിക്ക് ഒരു റിലീസ് ഉണ്ടായില്ല. After he came into the jail, he was not released. നിരന്തരമായ ഉപദ്രവം ജയിലിൽ സഹിച്ചു. Continually, he was suffering from all the tortures from the authorities. വളരെ ഇന്റലിജന്റ് ആയ, വളരെ കൃപയുള്ള, നിരവധി ബുക്കുകൾ എഴുതിയ ഭക്തനായ ദേവദാസൻ. ഞാൻ 50 years ബാക്കിലെ കാര്യമാണ് ഈ പറയുന്നത്. 50 years back. I was talking about almost 50 years back story. During that time period, this Watchman, he was an intelligent person and he wrote many books during his imprisonment. early 70s വാച്ച്മാനി ചൈനയിലെ ജയിലിൽ കിടക്കുകയാണ്. In early 1970s, during his stay inside the prison, Watchman Nee wrote like this. ഈ ജയിലിലെ ഉപദ്രവം കൊണ്ട് അദ്ദേഹം വളരെ സിക്കാണ്. He was very sick due to the tortures inside this prison. അങ്ങനെ തന്റെ മരണം ഇങ്ങനെ ഹീസ് കൗണ്ടിങ് എവരി ഡേ. He was counting his impending death. പ്രൈസ് ദി ലോർഡ്. Hallelujah. അങ്ങനെ ഒരു രാത്രി അദ്ദേഹം കിടന്നുറങ്ങുകയാണ്. One night he was sleeping. ഒരു ഡ്രീം ആ സ്വപ്നത്തിൽ വാച്ച്മാനി കണ്ടു. He had a dream during that night. ആക്ച്വലി ദാറ്റ് ഡ്രീം വാസ് എ വിഷൻ എന്നാണ് അദ്ദേഹം എഴുതിയിരുന്നത്. He was writing that dream was a vision. ആ ഡ്രീമിൽ താൻ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. He saw this vision in that dream. വളരെ കാമായിട്ടുള്ള ഒരു ലേക്ക്. He was seeing a very calm lake. ആ ലേക്കിനകത്തൂടെ വളരെ സ്മൂത്ത് ആയിട്ട് ഒരു സ്മോൾ ബോട്ട് ഒഴുകി പോവുകയാണ്. In that still river, a small boat was like wandering, like passing by. അങ്ങനെ പോയപ്പോൾ ദൈവം ജീസസ് വാച്ച്മാനിയോട് സ്വപ്നത്തിൽ പറഞ്ഞു, ഡ്രീമിൽ പറഞ്ഞു. During that sleep, during that dream, Jesus was asking Watchman Nee, 20 years ബാക്കിൽ നിന്റെ ലൈഫ് ഇങ്ങനായിരുന്നു. 20 years back, your life was like the small boat. അങ്ങനെ ജീസസും വാച്ച്മാനിയും ഡ്രീമിൽ സംസാരിക്കുകയാണ്. In that way, both Jesus and Watchman Nee were having a conversation. അങ്ങനെ ഈ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന ഈ സ്മോൾ ബോട്ട് ഒരു ഹ്യൂജ് മഞ്ഞു മലയിൽ ഇങ്ങനെ തട്ടി നിന്നു. This small boat who was sailing so freely, all on a sudden, this boat came across with a big snow mountain. ജീസസ് പറഞ്ഞു, ഇപ്പോ നിന്റെ ജീവിതം ഇതുപോലാണ്. Jesus told him that currently your life is like this. എന്നിട്ട് ജീസസ് വീണ്ടും വാച്ച്മാനിയോട് പറഞ്ഞു, After that, Jesus again mentioned to Watchman Nee like this. എനിക്ക് 2 വഴികൾ നിന്റെ പ്രശ്നം മാറ്റാനായിട്ടുണ്ട്. Then Jesus was telling Watchman Nee that I have 2 solutions in order to help you സോൾവ് യുവർ പ്രോബ്ലം. to solve your problem. First one is, ഈ സ്നോയുടെ മല അങ്ങ് മാറ്റിയാൽ മതി. so I will be able to remove the snow mountain. 2, ഈ ലേക്കിലെ വെള്ളം കുറച്ചുകൂടി അങ്ങ് പൊങ്ങിയാൽ മലയുടെ മേളിൽ കിടങ്ങ് പോകാം. Or I can lift the water of this lake so that the water will be overflow through this snow mountain. വാച്ച്മാനി കർത്താവിനോട് പറഞ്ഞു, Watchman Nee replied to Jesus like this, ആ മൗണ്ടൈൻ അവിടെ നിന്നോട്ടെ. let that snow mountain be there. കർത്താവേ, ലോർഡ്, ആ വെള്ളം ഉയർത്തുക എന്നതിന് അദ്ദേഹം പറഞ്ഞ വ്യാഖ്യാനം, അതിന്റെ മീതെ കവിയുന്ന ദൈവ കൃപ മതി, ഞാൻ അക്കരെ പൊക്കോളാം. Please lift the water in a way that please give me the grace sufficient to pass over through that snow mountain. ഇതാണ് പോൾ പറഞ്ഞത്, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി. That is what Paul was mentioning, that the peace that passeth
our human അങ്ങനെങ്കിൽ understanding. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, കഷ്ടതകൾ, വേദനകൾ മഞ്ഞുമല പോലെ ഉയർന്നു നിൽക്കുമ്പോൾ നമുക്ക് പറയണം, എന്നെ ജീവിപ്പിക്കണമേ, മീതെ കവിയുന്ന ദൈവകൃപ എന്റെ മേൽ പകരണമേ. So my dear fellow members, whenever there is a tough times or difficult situations arose, let us pray this prayer. Give us the grace sufficient to carry through this problem. Praise the Lord. Hallelujah. കരമുയർത്തി കർത്താവിന് സ്തോത്രം പറയാമോ? Hallelujah. Hallelujah. ഇതാണ് ദൈവത്തിന്റെ കൃപ. That is what it is called, the grace of God.